പുലിയൻപാറയിൽ നിന്നും തുടങ്ങുന്ന വനപാതയുടെ വീതി അളന്നാണ് വനം വകുപ്പ് മേധാവിയും പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുമായ ഡോക്ടർ എസ് ജോഷി സ്ഥലപരിശോധന തുടങ്ങിയത്. മിന്നാമ്പാറയിലേക്ക് നീളുന്ന റോഡിന് ഇവിടെ 2.5 മീറ്ററാണ് വീതി. 18 കിലോമീറ്റർ പിന്നിട്ട് ആനമടയിലെത്തിയതോടെ വീതി 4 മീറ്ററും ചിലയിടങ്ങളിൽ 6 മീറ്ററുമായി. നിക്ഷിപ്ത വനമേഖലയിൽ തോന്നിയപാടെ റോഡിന് വീതി കൂട്ടിയ നടപടികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ മറുപടി നൽകാനായില്ല. വിഷയം ഗുരുതരമാണെന്നും പരിസ്ഥിതിക്കും ആവാസ വ്യവസ്ഥയ്ക്ക് നേരിട്ട നാശം കൂടി അന്വേഷണ പരിധിയിൽ വരുമെന്നും സ്ഥലപരിശോധനയ്ക്ക് ശേഷം വനംവകുപ്പ് മേധാവി വ്യക്തമാക്കി. After media report, we have taken already certain stand. Number one was to immediately take action against those people who have widened the road. And second thing is that we are trying to make more stronger, our protection measures in this area. വനം കയ്യേറ്റത്തിന്റെ വ്യാപ്തി കണ്ടെത്തുന്നതിന് സർവേ നടത്തും. ഇതിനായി കൂടുതൽ ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 3 ആഴ്ച വരെ സമയം ഇതിനായി വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. അതേസമയം പറമ്പിക്കുളത്തേക്ക് കേരളത്തിലൂടെയുള്ള പാതയെന്ന പ്രചാരണവുമായി വനഭൂമിയിലെ റോഡ് വികസനത്തെ ചിത്രീകരിക്കാൻ സ്വകാര്യ തോട്ടമുടമകൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. വനമേഖലയിലെ അനധികൃത നിർമ്മാണത്തിന് വകുപ്പിലെ തന്നെ ചില ജീവനക്കാരുടെ മൗനാനുവാദമുണ്ടെന്ന സംശയം ഉന്നതതലത്തിൽ തന്നെ ബലപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സർക്കാർ നടപടികൾ സ്വകാര്യ തോട്ടമുടമകൾക്കെതിരെ മാത്രമായി ഒതുങ്ങാനിടയില്ല. നെല്ലിയാമ്പതി പെരിയചോലയിൽ നിന്നും CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.